Hi friends, welcome back to Media Tech Kerala. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി സ്മാർട്ട് വാച്ച് ആണ് പരിചയപ്പെടുത്തുന്നത്. വിപണിയിൽ ഇപ്പോൾ ഒരുപാട് സ്മാർട്ട് വാച്ചുകളുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ഫൈൻ ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, ഇതാണ് നമ്മുടെ സ്മാർട്ട് വാച്ച്. ആപ്പിൾ വാച്ച് സീരീസ് 6ൻ്റെ മാസ്റ്റർ കോപ്പി എന്ന് പറഞ്ഞിട്ടാണ് നമുക്കിത് വിപണിയിൽ ലഭ്യമാകുന്നത്. ഇതിൻ്റെ മോഡൽ നമ്പർ W26 എന്നാണ്. അപ്പോൾ വളരെ നല്ല മനോഹരമായ ഒരു ബോക്സിലാണ് ഇത് പാക്ക് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നത്. അതുകൂടാതെ തന്നെ A11 സ്മാർട്ട് വാച്ച് ഇതിൻ്റെ 2 പീസ് എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഇതിൻ്റെ സ്പെക്സും കാര്യങ്ങളും ഞാൻ നോക്കിയിട്ടില്ല. ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം വീണ്ടും ഒരു വീഡിയോ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇന്ന് നമുക്ക് ഈ W26 സ്മാർട്ട് വാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാം. നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ കണ്ടില്ലേ, വളരെ മനോഹരമായിട്ടാണ് ഇത് പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്കിത് കയ്യിലെടുക്കുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി എത്രമാത്രം ഉണ്ട് എന്നുള്ളത്. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ആപ്പിൾ വാച്ച് ആണെന്ന് തന്നെ തോന്നുള്ളൂ, ഇത്രയും ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത് നോക്കാം. ഈ ബോക്സിൽ ഒരു യൂസർ മാനുവലുണ്ട്. ഒരു ഭാഗത്ത് ചൈനീസ് ഭാഷയിലും മറ്റൊരു ഭാഗത്ത് ഇംഗ്ലീഷിലും എഴുതിയ ചെറിയൊരു യൂസർ മാനുവലാണ് ഇതിനുള്ളത്. അതുപോലെ തന്നെ ഒരു ചാർജിങ് കേബിളും കൂടി ഉണ്ട്. ഈ വാച്ചിന് സെമി മാഗ്നറ്റിക് ചാർജിങ് സിസ്റ്റമാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സാധാരണ ഒരു കേബിളല്ല, ഇതിൻ്റെ ചാർജിങ് ഹെഡ് ഒരു മാഗ്നറ്റിക് ഹെഡാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വാച്ച് നോക്കുകയാണെങ്കിൽ ഓവറോൾ നല്ല ഫിനിഷിങ്ങിലാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. കേസും കാര്യങ്ങളൊക്കെ നല്ല മാറ്റ് ഫിനിഷിങ്ങിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സ്റ്റാപ്പും കാര്യങ്ങളൊക്കെ വളരെ ഫിക്സ് ആയിട്ടിരിക്കുന്നുണ്ട്. ഒട്ടും പുറത്തേക്ക് തള്ളി നിൽക്കാത്ത രീതിയിൽ നല്ല ഭംഗിയായിട്ട് അതിലിരിക്കുന്നുണ്ട്. പിന്നെ സ്റ്റാപ്പിൻ്റെ ക്വാളിറ്റിയും നല്ലൊരു ക്വാളിറ്റിയാണ് തോന്നുന്നുണ്ട്. നല്ല മാറ്റ് ഫിനിഷിൽ ആപ്പിൾ വാച്ചിന് വരുന്ന അതേ ഒരു രീതിയിൽ തന്നെയാണ് ഇതും നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്രൗണ്, അതായത് ഹോം ബട്ടണ്. പിന്നെ സ്പീക്കർ, മൈക്കൊക്കെ ഈ ഒരു സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ താഴെ കാണുന്ന ഈ 2 ഡോട്ടിലാണ് നമ്മൾ ചാർജർ കണക്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഹാർട്ട് ബീറ്റ് അതുപോലെ തന്നെ ബ്ലഡ് പ്രഷറൊക്കെ അറിയാനുള്ള സെൻസറാണ് അടിയിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ബാറ്ററി 200 mAh ബാറ്ററിയാണ്. നോർമൽ ബ്ലൂടൂത്ത് ഓൺ ചെയ്യാതെ ഉപയോഗിക്കുകയാണെങ്കിൽ 2 മുതൽ 3 ദിവസം വരെ നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ബ്ലൂടൂത്ത് ഓൺ ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 12-13 മണിക്കൂറാണ് നമുക്ക് മാക്സിമം ഇതിൻ്റെ ബാറ്ററി ലൈഫ് കിട്ടുക. അതുപോലെ തന്നെ ഹാർഡ് യൂസൊക്കെ ആണെങ്കിൽ 7-8 മണിക്കൂർ വരെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ പ്രൊസസ്സർ വന്ന MTK 252C എന്ന് പറഞ്ഞ അത്യാവശ്യം സ്പീഡുള്ള ഒരു പ്രൊസസ്സർ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് എന്ന് പറയുന്നത് 1.78 നോച്ച് IPS ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. സ്ക്രീൻ റെസൊല്യൂഷൻ വന്നിട്ട് 320x385 പിക്സൽസ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ റാം 128 MB ആണ്. നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഒരു 2-3 സെക്കൻഡ് എടുക്കും ഇതൊന്ന് ഓണായി വരാൻ വേണ്ടിയിട്ട്. പക്ഷേ നിങ്ങൾ ഫസ്റ്റിൽ ഓൺ ചെയ്യുകയാണെങ്കിൽ അവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ചോദിക്കും. ഞാനിത് ഓൾറെഡി ഓപ്പൺ ചെയ്തത് കൊണ്ടാണ് എനിക്ക് ആ ഒരു ഓപ്ഷൻ വരാതെ ഡയറക്റ്റ് വാച്ച് ഫേസിലേക്ക് പോയത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെനുവും കാര്യങ്ങളൊക്കെ. വളരെ സ്മൂത്തായിട്ടാണ് ഇതിൻ്റെ ടച്ചൊക്കെ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ മെനു ലേ ഔട്ടൊക്കെ ഏകദേശം ആപ്പിൾ വാച്ചിലുള്ള അതേപോലെ തന്നെയാണ്. പിന്നെ ഇതിൽ ക്യാമറ ഓപ്ഷൻ നമുക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലെ ക്യാമറ ഒരു ഷട്ടറായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമ്മളെ ബോഡി ടെമ്പറേച്ചർ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അതുപോലെ നമ്മുടെ ബ്ലഡ് പ്രഷർ നമുക്ക് കൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മുടെ സ്പോർട്സ് ആക്ടിവിറ്റീസുകളൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഇതുവഴി നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റെപ്സ് കൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മുടെ കോണ്ടാക്ട്സ് ഒക്കെ നമുക്ക് ഇതിൽ കാണാൻ വേണ്ടി പറ്റും. ഫോണിൻ്റെ കോണ്ടാക്ട്സ് ഒക്കെ നമുക്ക് ഇതിൽ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഫോൺ ഫൈൻഡർ, അതായത് നമ്മുടെ ഫോൺ എവിടെയെങ്കിലും നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അതെവിടെയാണെന്ന് കണ്ടെത്താൻ ഈ ഒരു വാച്ച് വഴി നമുക്ക് സാധിക്കുന്നതാണ്. ഇപ്പം ആപ്പിൾ വാച്ചിൽ അവൈലബിൾ ആയിട്ടുള്ള ഒട്ടുമിക്ക ഫീച്ചേഴ്സും നമുക്ക് ഇതിലും അവൈലബിൾ ആണ്. മ്യൂസിക് പ്ലെയറൊക്കെ നമുക്ക് ഇതുവഴി ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ നമുക്ക് ഇവിടുന്ന് അറിയാൻ വേണ്ടി പറ്റും. ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ല ഒരു ചോയ്സ് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ കുറേ വാച്ചുകൾ എടുത്ത് നോക്കിയതിൽ എനിക്ക് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ടും നല്ല വർക്കിംഗ് ആയിട്ടും തോന്നിയത് ഈ ഒരു മോഡലാണ്.
കണ്ടില്ലേ, വളരെ സ്മൂത്തായിട്ടാണ് ഇതിൻ്റെ ടച്ചും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്. ബ്ലൂടൂത്ത് സെറ്റിങ്സ് ഫസ്റ്റ് തന്നെ BT സെറ്റിങ്സ് എന്നുണ്ട്. നമ്മൾ ഫണ്ടോ പ്രോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇതിനു വേണ്ടി നമ്മൾ ഫോണിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ഈ ബ്ലൂടൂത്തും നമ്മൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ വാൾപേപ്പർ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളിങ്ങനെ ഈ നോബ് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വാൾപേപ്പർ അവിടെ വരുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഡിസ്പ്ലേക്കകത്ത് തന്നെ ഡേ, അതുപോലെ തന്നെ ഡേറ്റ്, ബാറ്ററി പെർസെൻറ്റേജ് ഒക്കെ ഇതിനകത്ത് തന്നെ കാണിക്കുന്നുണ്ട്. ഇത് സ്ലീപ്പ് ടൈമാണ്, നമ്മൾ എത്ര മണിക്കൂർ ഉറങ്ങി എന്ന് നമുക്ക് ഇതുവഴി അറിയാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇതുവഴി കോൾ ചെയ്യാനും മെസ്സേജ്, വാട്സാപ്പൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. വാട്സാപ്പ് കണക്ട് ചെയ്താൽ വാട്സാപ്പിൽ വരുന്ന മെസ്സേജുകൾ നമുക്ക് വായിക്കാം എന്നല്ലാതെ നമുക്കതിനൊരു റിപ്ലൈ കൊടുക്കാൻ ഈ വാച്ച് വഴി സാധ്യമല്ല. പിന്നെ ആപ്പിൾ വാച്ചിലുള്ളതുപോലെ ഒരു ഫീച്ചറാണ് മോഷൻ വേക്കപ്പ്. അതായത് നമ്മൾ വാച്ച് നേരെ പിടിക്കുന്ന സമയത്ത് മാത്രമാണ് ഡിസ്പ്ലേ ഓൺ ആവുക. ആ ഒരു ഫീച്ചറും കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റ് ഒരുപാട് സ്മാർട്ട് വാച്ചുകൾ ഞാൻ നോക്കിയതിൽ എനിക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടും നല്ല വർക്കിംഗ് കണ്ടീഷൻ ഉള്ളതായിട്ടും എനിക്ക് തോന്നിയത് ഈ ഒരു വാച്ചിനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ തന്നെ ഫസ്റ്റിലെടുത്തത്. പിന്നെ ഇത് ഫോണിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളതാണ് ഇനി നോക്കുന്നത്. ആൻഡ്രോയിഡ് ആണെങ്കിൽ പ്ലേ സ്റ്റോറിലും, അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഐഫോൺ ആണെങ്കിൽ ആപ്പ് സ്റ്റോറിലും നിങ്ങൾ ഫണ്ടോ പ്രോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി അല്ലാതെയും നമ്മുടെ വാച്ചിൽ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള QR കോഡ് ഈ വാച്ചിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് മുകളിൽ നിന്ന് താഴേക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചാൽ നമുക്ക് താഴെ സൈഡിലായിട്ട് ഒരു QR കോഡ് കാണും. അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ സെറ്റിങ്സിൽ ബ്ലൂടൂത്ത് പോയിട്ട് നമ്മൾ ജസ്റ്റ് ബ്ലൂടൂത്ത് ഫോണുമായിട്ടൊന്ന് പെയർ ചെയ്യാം. ഇപ്പം നമ്മുടെ ഫോണിൽ വാച്ച് 6 കണക്റ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ഏറ്റവും മുകളിലായിട്ട് ആഡ് ഡിവൈസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുവഴി പോയിട്ട് നമ്മുടെ ഫോണും വാച്ചും തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാച്ചിലുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഫോണിലും അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പം എന്തുകൊണ്ടും നല്ലൊരു ചോയ്സ് തന്നെയാണ് നമ്മുടെ ഈ W26 സ്മാർട്ട് വാച്ച്. ഇനി A11 സ്മാർട്ട് വാച്ച് ജസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയിട്ടില്ല, ഞാനത് ഉപയോഗിച്ച് നോക്കിയിട്ട് അത്രമാത്രം പെർഫെക്റ്റ് ആണെന്ന് നോക്കിയിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ ഉടൻ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇന്ന് നമ്മുടെ സ്മാർട്ട് വാച്ചിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഇറ്റ്സ് മീ ഷാഹിദ് സൈനിങ് ഓഫ്.